ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തിരുവോണമാണ് ഗൈസ്. ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി. ഞാൻ പറയും, ഞാനിപ്പോ പറയാത് ഗൈസ്. കണ്ട തേങ്ങ കൊണ്ട് പോകുന്നുണ്ട് ഗൈസ്. തിരുവോണമാണ്. അപ്പൊ ഉത്രാടത്തിന്റെ വീഡിയോ ഞാൻ 12 മണി ആയപ്പോഴാണ് ഗൈസ് ഉത്രാടത്തിന് രാത്രിയിൽ പൂ ഇട്ടിട്ട് കിടന്നത്. രാവിലെ അമ്പലത്തിൽ പോകാനൊക്കെ റെഡിയായി, പക്ഷെ അമ്പലത്തിൽ പോവില്ല ഗൈസ്. കാരണം നല്ല സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയില്ല. അത് പൊട്ടേതായാലും അമ്പലത്തിൽ പോയില്ലെങ്കിലും ഞാൻ കുറേ കരയും വിളിയൊക്കെ കരച്ചിലും വിളിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഓണമായിട്ട് അതൊന്നും സാരമില്ല ഗൈസ്. ഞാൻ കണ്ടോ, ഞാൻ സാരിയല്ല ഗൈസ്, ഞാനിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് പാവാട ഉടുപ്പിൻ്റെ കൂടെ എന്തുവാ ഗൈസ് മറ്റേ ഈ സാധനം ഇട്ടേക്കോ നേരിയത്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല രസമില്ലേ? എൻ്റെ പുതിയ മുല്ലപ്പൂ ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ട്. നമ്മുടെ പൂ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളിട്ട പൂവ്. പൂ ഇടാനാണെങ്കിൽ ഒരുത്തനെ വിളിച്ച് അവൻ വന്നില്ല ഗൈസ്. അവൻ രാവിലെയാണ് ഇവിടെ വരുന്നത്. ഞാനും മാമനും അർജുനും അമ്മയും അച്ഛനും കൂടി ഇട്ടതാണ് ഗൈസ്. എങ്ങനെയുണ്ടത് നിങ്ങൾ പറയണം. നമ്മുടെ കുഞ്ഞ് എനിക്കറിയാവുന്ന പോലാണ് ഞാൻ വരച്ചേക്കുന്നത്. പിന്നെ മാമനാണ് എനിക്ക് കുറേ പൂവിടാനെല്ലാം സഹായിച്ച. മാമനും അർജുനും അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ പൂവെല്ലാം ഇറുത്ത് തന്ന് അവരെല്ലാം ഇറുത്ത് തന്നിട്ട് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോയത്. 12 മണിയോളം ആയി നമ്മൾ പൂവെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ. പിന്നെ പൂ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് പേപ്പർ ഇട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ടാർപ്പ് ഇട്ട്. കാരണം ഇവിടെ പട്ടിയുടെ ശല്യമുള്ളത് കൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി രാവിലെ 7:30 തൊട്ട് ഇങ്ങനെ വേഷവിധാനത്തിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അമ്പലത്തിൽ പോയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും കുറച്ച് റീലൊക്കെ എടുക്കാം. റീലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ തിരുവോണത്തിൻ്റെ വീഡിയോ നമ്മൾ എന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് അതിൽ ഏതായാലും ഓണമല്ലേ, ഞാൻ കുറച്ച് ഒരുങ്ങി കെട്ടി ഇൻട്രോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഗൈസ്. കുറേ മുല്ലപ്പൂക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ പുതിയ മുല്ലപ്പൂ ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആയിരിക്കും. തിരുവോണമാണെങ്കിലും നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഗൈസ്. ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നോട് പിണങ്ങി പോയിട്ടുണ്ട്. എന്നെ ഹരിപ്പാട്ട് പോകാൻ വിളിച്ചിട്ട് ഞാൻ പോയില്ല, പിണങ്ങിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ആയത്. അപ്പോൾ ഏതായാലും ഇന്ന് അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അടുക്കളയൊക്കെ ഭയങ്കര ബോറായിരിക്കും, നിങ്ങളെല്ലാം സഹിക്കണം. അപ്പോൾ ഏതായാലും ഞാൻ അമ്മ എന്തുവാ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം കഴിയും. ഇവിടെ എല്ലാം ബോറായിട്ട് കിഴക്കുകയാണ് ഗായ്സ്. ഇവിടത്തെ കോലമൊന്നും ആരും ശ്രദ്ധിക്കരുത്. ഓണം ആകുമ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും. തോരൻ, എന്തുവാ പുളിശ്ശേരി, ഞാൻ രാവിലത്തെ ആഹാരം ഇതുവരെ കഴിച്ചില്ല. ഇത് പച്ചടി, പുളിശ്ശേരി ഉണ്ട്. ഇതോ പുളിശ്ശേരി, പരിപ്പ്, പപ്പടം ഇല്ലേ? പപ്പടം ഒന്നും വറത്തില്ല. പായസം വെക്കുന്നില്ലേ? പായസം വെച്ചോ? ഗായ്സ് നമ്മുടെ വിജയമാമനും അമ്മയും കണ്ണന്തറയിൽ പായസം കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മുടെ എല്ലാ വർഷവും അങ്ങനെ ഓണത്തിന് നമുക്ക് അടപ്രഥമൻ കൊണ്ടുതരും. ഇപ്പം അമ്മ വെക്കുന്നില്ലേ പരിപ്പ് പായസം? ഒന്നും വെക്കുന്നില്ല, അച്ഛൻ മേടിച്ചോണ്ട് വരും. അച്ഛൻ മേടിച്ചോണ്ടും വരും ഗൈസ്. അതുകൊണ്ട് അമ്മ പരിപ്പ് പായസം വെക്കാന്ന് വിചാരിച്ചാണ്. ഇപ്പം പരിപ്പ് പായസം വെക്കുന്നില്ല. ഇപ്പം ഏതായാലും ഞാൻ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഏതായാലും ഓണത്തിൻ്റെതാണ് ഫുഡ്. ഇന്നലെ നമുക്കിവിടെ ഇതിനു മുമ്പ് ഞാൻ ചിലപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. കാരണം ഇവിടെ നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നലെ കല്ലിടിയിലായിരുന്നു. ഉത്രാടത്തിനന്ന് കല്ലിടിയിലായതുകൊണ്ട് ഇന്നലെ ഇഡ്ഡലി സാമ്പാറാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇന്ന് ദോശ ഉണ്ടാക്കി. ഇന്നലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ന് ദോശ ഉണ്ടാക്കി. അല്ലെങ്കിൽ നമ്മൾ ഓണത്തിന് ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയാണ്. സാമ്പാർ ഇവിടെ വെച്ചാൽ ആരും കൂട്ടത്തില്ല ഗൈസ്, അതുകൊണ്ട് സാമ്പാർ വെക്കുന്നില്ല. പിന്നെ ഓണത്തിന് ഞാൻ നിർബന്ധിച്ചാണ് ഇവിടെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നത്. ഇന്ന് വെച്ചാൽ ഏതായാലും ഞാൻ അങ്ങനെ നിർബന്ധിക്കുന്നൊന്നുമില്ല ഗൈസ്. കണ്ടോ എൻ്റെ സൂപ്പറല്ലേ ഗോയ്സ് എന്നെ കാണാൻ? നിങ്ങൾ കമൻറ്റ് ചെയ്യണോ എൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഇഞ്ചി നാരങ്ങയോ? ഇഞ്ചി നാരങ്ങ എല്ലാം ഉണ്ട്. ഏതായാലും അതൊക്കെ നമുക്ക് സദ്യ വിളമ്പുമ്പോൾ കാണിക്കാം. ഓക്കെ, അപ്പം ഞാനേതായാലും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഗൈസ്. അതിൽ നമുക്ക് വഴി ഓരോന്നായിട്ട് കാണാം. ഓക്കെ, കുറച്ച് നേരം വീട്ടിലിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കു എന്നെ അങ്ങോട്ട് വിളിച്ചത് നമ്മുടെ സിബിനാണ് ഗൈസ്. സിബിൻ്റെ അനിയത്തിയാണ് സഞ്ജു. പിന്നെ ഈ നിൽക്കുന്നത് അഭിജിത്താണ് ഗൈസ്. ഇവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ചുമ്മാ കളിയാക്കിയതാണ്. പിന്നെ നമ്മുടെ ചിക്കു ഉണ്ട്, സച്ചു ചേട്ടനുണ്ട്. കുറേ നേരം ഞങ്ങളെല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ കാശിക്കൂട്ടനെ ഇവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് സദ്യക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഗൈസ്.
അപ്പം ഞാൻ ചിക്കുനെ എടുത്തു എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സദ്യ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഇതുപോലൊരു പാ വിരിച്ച് സൈഡിലൊരു മഗ്ഗിനകത്തോ അല്ലെങ്കിൽ ഒരു മൊന്തയ്ക്കകത്തോ കുറച്ച് വെള്ളം എടുത്ത് വെക്കും. എന്നിട്ട് ഇലയിട്ട് നമ്മുടെ സദ്യയിലുള്ള എല്ലാ ഐറ്റംസും ഈ ഇലയിൽ വിളമ്പിന് ശേഷമാണ് ബാക്കിയുള്ളവരെല്ലാവരും ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ സ്ഥലങ്ങളിൽ പൊതുവെ എല്ലായിടത്തും നമ്മുടെ ഈ സ്ഥലത്ത് പൊതുവെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് അറിയത്തില്ല, നമ്മളിങ്ങനെയാണ് ഗൈസ്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇലയിട്ട് അതിലോട്ട് നമ്മുടെ സദ്യയിലുള്ള മിക്ക ഐറ്റംസും വിളമ്പുന്നുണ്ട്. അത് വിഭവ സമൃദ്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സദ്യയിലുള്ള മിക്ക ഐറ്റംസും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. മാങ്ങാച്ചാറ്, ഇഞ്ചി, നാരങ്ങ, തോരൻ, അവിയൽ, പച്ചടി, മെഴുക്കുവരട്ടി, പപ്പടം, പരിപ്പ്, സാമ്പാറും പച്ചമോരും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അച്ഛൻ എല്ലാ സാധനങ്ങളും വിളമ്പി ഗൈസ്. ഇതിനകത്ത് വിളമ്പി വെച്ചതിന് ശേഷമാണ് നമ്മളെ വീട്ടിലുള്ളവരെല്ലാവരും കഴിക്കുന്നത്. വിശേഷ ദിവസങ്ങളിലൊക്കെ പൊതുവെ ഇവിടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതേ എല്ലാ ഐറ്റംസും വിളമ്പി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിനിടയ്ക്ക് ഞാൻ ഓൺ വോയിസ് കൊടുക്കാത്തത് ഞങ്ങളിവിടെ കിടന്ന് ഭയങ്കര ചിലയാണ് ഗൈസ്, ഞാനും അമ്മയും കൂടെ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓൺ വോയിസ് കൊടുക്കാത്തത്. പിന്നെ ലൈറ്റിൻ്റെ കുറച്ചൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതേ സൈഡിൽ കുടിക്കാനുള്ള വെള്ളവും പിന്നെ നമ്മുടെ ഒരു ചെറിയ ഗ്ലാസ്സിൽ പായസം കൊണ്ടുവച്ചിട്ടുണ്ട്. അടപ്രഥമനാണ്, ഞാൻ രാവിലെ കാണിച്ച പോലെ തന്നെ അടപ്രഥമൻ്റെ പായസം. പിന്നെ അച്ഛനൊരു പൈനാപ്പിൾ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ ക്രഷാണത് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇലയിലെല്ലാം വിളമ്പി വെച്ചിട്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇല ഇട്ടിട്ട് അച്ഛൻ ഇലയൊക്കെ നല്ല അടിപൊളിയായിട്ട് തുടയ്ക്കുന്നുണ്ട്. ഞാൻ പറയുകയാണ് അച്ഛൻ ഭയങ്കര മോഡേൺ ആണ്, ടിഷ്യൂ ഒക്കെ ഇട്ടേ ഇല തുടക്കത്തുള്ളതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് ഇലയിട്ട് ഈ സദ്യ കഴിക്കുമ്പോഴത്തേക്ക് ഞാനിപ്പം കുറച്ച് നാൾ മുമ്പ് വരെ ഞാനങ്ങനെ എല്ലാ കറികളൊന്നും കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ സദ്യ നല്ല ആസ്വദിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഇലയിട്ട് ആദ്യം എനിക്ക് തോരനാണ് വിളമ്പിയത്. ഞാൻ അച്ഛനോട് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്, അച്ഛൻ ആദ്യം തോരനൊന്നും അല്ല വിളമ്പണ്ടേ എന്നൊക്കെ വലിയ വിരോധം അടിച്ച് പറയുന്നൊക്കെ ഉണ്ട്. ചുമ്മാ ഒരു രസത്തിന് അങ്ങ് പറയുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ കറികൾ എന്തൊക്കെയാണെന്ന് ഇനി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടോ. പച്ചടി, അവിയൽ, തോരൻ, പിന്നെ നമ്മുടെ മെഴുക്ക് വരട്ടി, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ്, പിന്നെ മാങ്ങാച്ചാറ്, ഇഞ്ചി, നാരങ്ങ, ഇത്രയാണ് തൊടുകറികളുള്ളത്. പിന്നെ വേണ്ട തൊടുകറികളെല്ലാം വിളമ്പിയിട്ടുണ്ട് ഗൈസ്. അതിന് ശേഷം ചോറ് വിളമ്പാൻ പോവാണ്. ചോറ് ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ, കാരണം ഇത്രയും കറികളൊക്കെ ഇല്ല. അപ്പോൾ ചോറൂടെ ഒത്തിരി ആകുമ്പോഴത്തേക്ക് ഹെവി ആവുന്നുണ്ട്. ചോറും പരിപ്പ് ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ പപ്പടും. നമ്മൾ സാമ്പാർ മാത്രമേ ഉള്ളൂ ഗൈസ് ഉണ്ടാക്കാഞ്ഞത്, ബാക്കി എല്ലാം ഉണ്ടാക്കിയപ്പോൾ പപ്പടവും പരിപ്പും കൂടെ പൊടിച്ചൊരു പിടി അങ്ങ് പിടിച്ചു. ഇന്ന് ഞാൻ അതായത് ഓണത്തിൻ്റെ ദിവസം ഞാൻ ഫുൾ കറികളും കൂട്ടിയാണ് കഴിച്ചത് ഗൈസ്. അത് കഴിഞ്ഞത് അമ്മയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത് ഒന്ന് വീഡിയോ എടുത്ത് തന്നെയാണ്. ഞാനും അച്ഛനും കൂടെ ഇരുന്ന് പറയണം. അപ്പോൾ ഞാൻ അച്ഛനോട് ഹായ് ഗോയ്സ് എന്ന് പറയാൻ പോവാണ്. അച്ഛനൊന്നും മിണ്ടിയില്ല. അമ്മയും പറയുന്നുണ്ട് ഗൈസ്. ഞാൻ പിന്നെ ഓൺ വോയിസ് കൊടുക്കുന്നില്ല. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു സദ്യ എങ്ങനെയുണ്ട്, സൂപ്പറാണോ ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു സൂപ്പറാ സദ്യ, പിന്നെ എന്തുവാ സൂപ്പർ അല്ലാതെ എന്തുവാന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് അമ്മയെ ഇരുന്ന് കഴിച്ചു. കൂട്ടി കഴിച്ചിരുന്നു. അതിനി അങ്ങനെ എല്ലാം കൂട്ടി കഴിക്കണം. അത് പുളിശ്ശേരിക്കുള്ള ചോറ്, അത് ഇവിടെ കൂടെ ഒഴിക്കും. ഇതാണ് നമ്മുടെ അടപ്രഥമൻ. മതി മതി മതി, എൻ്റെ മേത്തൊക്കെ വീഴുന്നു. നല്ല മിക്സറായിട്ടെല്ലാം ചെയ്യും. ഇത് ഇൻഷുർ കുടിച്ചതിൻ്റെ എന്തോ പായസം എന്തുവായിരുന്നു, സേമിയ. കൊള്ളാവോ കണ്ടോ? കൊള്ളാവോ ഗൈസ്? വലിഞ്ഞു കയറി ഒരുത്തം വന്നു ഗൈസ്. അല്ല, ഇവൻ എല്ലാ വർഷവും ഓണത്തിന് വരും. പിന്നെ സമയമാകുമ്പം വരും. ഇന്ന് വേണ്ട, ഇന്ന് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് കഴിച്ചെന്തോ പറ്റിയുണ്ടോ എന്താ ഗൈസ് പറയാനുണ്ടോ? ഇതാണ് കടച്ചക്ക പായസം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ അവസാന ഘട്ടത്തേക്ക് കടക്കുകയാണ് ഗൈസ്. തിരുവോണം, നമ്മുടെ തിരുവോണം ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. എനിക്ക് വയ്യായിരുന്നു ഗൈസ്. പായസം കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സൈഡായി. ഇപ്പം എന്നിട്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ് പപ്പ എടുത്തോട്ട് പോവും, അതായത് അപ്പച്ചി എടുത്തോട്ട് പോവും. അതോടുകൂടി നമ്മുടെ തിരുവോണം അവസാനിച്ച്. ഇനി നാളെ അവിട്ടമാണ്. അവിട്ടത്തിന് സാധാരണ നമ്മൾ പിന്നെ ഈ തിരുവോണത്തിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഗൈസ്. നമ്മുടെ ഈ വീട്ടിലെ അവസാനത്തെ ഓണമാണ്. നമ്മൾ ഈ വീട് പൊളിക്കാൻ പോവാണ്. നമ്മൾ പുതിയ വീട് വെക്കണം. അപ്പോൾ അടുത്ത ഓണം നമ്മൾ പുതിയ വീട്ടിലായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് അതുകൊണ്ട്
പക്ഷെ ഓണത്തിൻ്റെ ഒരു ഫീൽ അങ്ങോട്ട് കിട്ടിയില്ല, എന്തോ എനിക്കറിയത്തില്ല എന്താണെന്ന്. ഓണത്തിൻ്റെ ഒരു ഫീൽ ഇന്ന് അങ്ങോട്ട് വരുന്നില്ലായിരുന്നു. വലുതായിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണോ എന്തോ അറിയത്തില്ല ഗൈസ്. അപ്പം നമ്മുടെ ഈ വീട്ടിലെ അവസാനത്തെ ഓണമാണ്. ഒരാൾ ഷോർട്സിൽ ഇപ്പം അല്ല, ഞാൻ കുറേ നാൾ മുമ്പ് ഒരു ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം ടൂർ കാണിക്കുമെന്ന്. അപ്പോൾ ഹോം ടൂർ കാണിക്കാത്തതിൻ്റെ കാര്യം നമ്മുടെ വീടെല്ലാം ഭയങ്കരമായിട്ട് പോയിരിക്കുകയാണ്, മൊത്തം ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ വീട് പൊളിച്ച് പുതിയത് പണിയാൻ പോവാണ്. ഏതായാലും ഈ വീട്ടിൽ നിന്ന് മാറുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ട് ഞാൻ ഈ വീടിൻ്റെ ഹോം ടൂർ എടുക്കും ഗൈസ്. അത്രയ്ക്ക് വൃത്തിയാക്കിയിടാനൊന്നും പറ്റത്തില്ലായിരിക്കും, എന്നാലും ഞാൻ ഈ വീടിൻ്റെ ഹോം ടൂർ എടുത്തിട്ടേ പോകത്തുള്ളൂ. പടക്കം പൊട്ടുന്ന ഗൈസ്, ഹോം ടൂർ എടുത്താലേ പോകത്തുള്ളൂ. വൈകിട്ട് നമുക്ക് അർജുനനെ കൊണ്ട് പടക്കം വാങ്ങിച്ച് പൊട്ടിക്കാം, അതും കൂടെ ആക്കാം, നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അപ്പച്ചിയുടെ അവിടെ പോകുന്നതും ഒക്കെ കൂടെ കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഞങ്ങൾ അപ്പച്ചിയുടെ അടുത്ത് പോവാണ് ഗൈസ്. ഞാനും അമ്മയും കൂടെ വൈകുന്നേരമായി. കണ്ട വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇതൊക്കെ അങ്ങ് മാറ്റി. തിരുവോണം കഴിഞ്ഞല്ലോ താമേ? തിരുവോണം കഴിഞ്ഞ എന്തോ തിരുവോണം ഒരു വൈബില്ല, മോനില്ലായിരുന്നു, അതുകൊണ്ട് തിരുവോണം കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നല്ലോ. ഇന്നലെ മരത്തില്ലേ ഔട്ടത്തിനും ചുമ്മാ ഗൈസ്, അതുകൊണ്ടൊന്നും അല്ല ഗൈസ്. അതെ ഗൈസ്, അതുകൊണ്ടൊന്നും അല്ല, തളയ്ക്ക് വയ്യ, വയ്യാത്തോണ്ടൊന്നും അല്ല ഗൈസ്. ഞങ്ങളിത് അപ്പം എടുത്തു വന്നു ഗൈസ്. ഓക്കെ, അതിലും ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. ഞാൻ അപ്പച്ചിയുടെ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു, അതൊന്നും വീഡിയോ എടുത്തില്ല. എന്നിട്ട് വീട്ടിൽ വന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കുറേ നേരം ഇരുന്നിട്ട് സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ നമ്മുടെ അമ്മാമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ അവിട്ടത്തിന് അന്ന് അമ്മയുടെ വീട്ടിലാണ് എല്ലാവരും കൂടെ കൂടുന്നത്. പക്ഷേ ഇപ്രാവശ്യം ആരും ഇല്ല, കുഞ്ഞമ്മയും ആരും നമ്മുടെ എൻഗേജ്മെൻറ്റിന് എല്ലാവരും വന്നതുകൊണ്ട് ഇപ്രാവശ്യം ഓണത്തിന് ആരും വരുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിട്ടത്തിന് അന്ന് ചേച്ചിയുടെ വീട്ടിലായിരുന്നു, ഞങ്ങൾ അപ്പച്ചിയും അമ്മുവും എല്ലാവരും കൂടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു പോയത്. അതുകൊണ്ട് അവിട്ടത്തിന് അമ്മയുടെ വീട്ടിൽ പോകുന്നതൊന്നും വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് തലേന്ന് തിരുവോണത്തിൻ്റെ അന്ന് തന്നെ അമ്മയും അച്ഛനും കൂടെ അമ്മാമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോയി. ആ സമയത്തിന് ഞാൻ അപ്പച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അനിക്കുട്ടൻ ഇവിടെ ഭയങ്കര പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും ഒക്കെയാണ്. ഞാനൊരു കൊരവപ്പും ഒക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മുടെ ഒരു കുഞ്ഞ് ഓണമായിരുന്നു ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരുടെയും ഓണം എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം നമ്മുടെ തിരുവോണ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത അവിട്ടത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.